മൈസൂറിലെ പൂ മാർക്കറ്റാണ്, പുഷ്പ മാർക്കറ്റ്. അതിരാവിലെ ഗ്രാമങ്ങളിൽ നിന്നും ജമന്തിയും റോസയും വിവിധ ഇനം പൂക്കൾ എത്തിച്ചേരുന്ന മൈസൂറിലെ മാർക്കറ്റാണ്. മനോഹരമായി കെട്ടി മാല കോർത്താണ് ഈ പൂക്കൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വിവിധ ഇനത്തിലുള്ള ഹാരങ്ങൾ. തുളസിയില, കൂവളത്തില, കറുക, കിലോയ്ക്ക് തൂക്കിയാണ് പൂക്കൾ പലപ്പോഴും വിൽപ്പന ചെയ്യുന്നത്. മനോഹരമായ ചെറു റോസാപ്പൂക്കളുടെ വലിയ ശേഖരം. ഈ തെരുവ് മുഴുവൻ അതിരാവിലെ തന്നെ പൂക്കളും പൂക്കച്ചക്കടക്കാരും മാലകെട്ടുകാരെയും കൊണ്ട് നിറയുകയാണ്. വാഹനങ്ങളിൽ ഈ പൂവും മാലകളും വാങ്ങി വിവിധ ക്ഷേത്രങ്ങളിലേക്കും വീടുകളിലേക്കും മറ്റാഘോഷങ്ങളിലേക്കും കൊണ്ടുപോകുന്നവരെ കാണാം. കൊണ്ട് നിറയുകയാണ് ഈ മാർക്കറ്റ് മുഴുവൻ. ഇത് പൂവുകൾക്ക് വേണ്ടിയുള്ള, പൂക്കൾക്കും പുഷ്പഹാരങ്ങൾക്കും വേണ്ടിയുള്ളൊരു സൂപ്പർ മാർക്കറ്റുകളാണിത്. ഇവിടെ ലൈറ്റുകൾ വെച്ച് പൂക്കളെ പ്രത്യേകം വർണ്ണാഭമാക്കി അതിൻ്റെ വർണ്ണങ്ങളെ കൂടുതൽ ഒരുമയോടുകൂടി അവതരിപ്പിച്ചാണ് അവർ കച്ചവടം ചെയ്യുന്നത്. ഇത് മൈസൂറിലെ മനോഹരമായൊരു കാഴ്ചയാണ്. പൂ കെട്ടുന്നൊരു സഹോദരിയാണിത്. പൂവിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റ് കടയാണ്. ഈ മാർക്കറ്റ് മുഴുവൻ പൂജാ സാധനങ്ങൾ മാത്രം വിൽക്കുന്ന കടകളും സ്ഥാപനങ്ങളുമാണ് ഉള്ളത്. ഇത്രയധികം ഭക്തിയും പൂജയും ജീവിതവ്രതമാക്കിയ ഒരു വലിയ ജനതയാണ് കർണാടകയിലും മൈസൂറിലും ബാംഗ്ലൂരിലും ഇവിടുത്തെ ഗ്രാമങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. വിശാലമായ മാർക്കറ്റാണ്. അമ്മമാർ, മാല കോർക്കുന്ന അമ്മമാരെ കാണാം. ഞാൻ ഇന്നലെ താമസിച്ച ഹോട്ടലിലെ റൂമിൽ നിന്ന് അതിരാവിലെ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ തെരുവിൽ കണ്ട മനോഹരമായ കാഴ്ചയെ തുടർന്നാണ് ഇതൊന്ന് പകർത്തണമെന്ന് ആഗ്രഹിച്ചത്. ഇതാ ഹാരങ്ങൾ, മനോഹരമായ ഹാരങ്ങൾ. ഇത് നാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്ന് വിപണനം ചെയ്യുകയാണ്. ഗംഭീരമായ ഹാരങ്ങൾ കാണാം. ഹാരങ്ങളുടെ സൂപ്പർ മാർക്കറ്റുകൾ.
വളരെ വിദഗ്ധരായ മാലകോർക്കലുകാർ ധാരാളം ഉറക്കമൊഴിഞ്ഞിരുന്ന് അവരുടെ കലാവിരുന്നാണ് ഇതിലൂടെ കാണിച്ചിരിക്കുന്നത്.